മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ ആ ഉഗ്ര ശബ്ദവുമായി ബന്ധപ്പെട്ട വിഷയം അത് വയനാട് ജില്ലയിൽ അമ്പലവയലിൽ ആശങ്ക പടർത്തി. പിന്നീട് അത് വിവിധ ജില്ലകളിലേക്ക് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ അടക്കം ജില്ലകളിൽ അതേ സമയത്ത് തന്നെ ആ ശബ്ദം കേട്ടു പ്രകമ്പനമുണ്ടായി എന്ന് കേൾക്കുന്നു. എന്താണ് സർക്കാർ ഇപ്പോൾ ഒടുവിൽ അതിനെ വിലയിരുത്തുന്നത്? ഇത് ഒരു തരത്തിലുള്ള ഭൂചലനം തന്നെയാണ്, രേഖപ്പെടുത്താത്ത ഭൂചലനം എന്നുകൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ വിലയിരുത്തുന്നുണ്ട്. എന്താണ് മിനിസ്റ്റർക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലും വലിയ ശബ്ദത്തോടു കൂടിയ ഒരു ഒരു നീക്കമാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽ, ഒരു ചെറിയ വിറയലാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാഭാവികമായും ഭീതിയിൽ കഴിയുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. ഈ കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായതാണെന്നും അല്ലെന്നുള്ള അഭിപ്രായം നമ്മളിവിടെ കേട്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മളെപ്പോലുള്ളവർക്ക് ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശരിയായ ഒരു ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകമാണ് ഇത് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും നിഗമനങ്ങളിൽ എത്തുന്നതിനും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും സംവിധാനങ്ങളുണ്ട്. അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കാര്യം ഇത് ഭൂകമ്പമല്ല എന്നാണ്. എന്നാൽ എല്ലാവരും ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ ആശ്രയിക്കുന്നത് വിദഗ്ധന്മാരുടെ പരിശോധനയും നിഗമനങ്ങളുമാണ്. എന്നാൽ ആശങ്കയിൽപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ടതും യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സുരക്ഷാ പരിപാടികൾ നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. ആ തരത്തിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിതാന്ത ജാഗ്രത ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഉറപ്പു നൽകാനാണ് ഈ ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മിനിസ്റ്റർ, ഈ നിതാന്ത ജാഗ്രത എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഹൈക്കോടതി സ്വമേധ്യ ഈ വിഷയത്തിൽ ഒരു കേസ് എടുത്തിരുന്നല്ലോ. കോടതി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കോടതി ചോദിക്കുകയാണ്. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം നടത്തണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ നമ്മുടെ പരിസ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതിലേക്കൊക്കെ സർക്കാർ എത്തേണ്ട സമയമായില്ലേ മിനിസ്റ്റർ? അല്ല, ബഹുമാനപ്പെട്ട കോടതി സ്വമേധ്യ കേസെടുത്ത് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ പോലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകമായി ചോദിച്ചിരിക്കുകയാണ്. ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുമെന്ന് താങ്കളും കരുതുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഭൂമിയുടെ ഉപയോഗം സംബന്ധിച്ചും ആഗോള താപനം ഉൾപ്പെടെയുള്ള സർവദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രതിബന്ധങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിൽ നാം കാണിക്കുന്ന ഉദാസീനതയും ഭൂമിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള മനുഷ്യന്റെ ആഗ്രഹവും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പലതരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, അതാണ് ഞാൻ ചോദിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുതിയ നിലപാടിലേക്ക്, ഒരു പരിസ്ഥിതി അനുകൂല നിലപാടിലേക്ക്, അതായത് നേരത്തെ എടുത്തതിൽ നിന്ന് കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ സമീപിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടിലേക്ക് എത്തിയോ എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി കൂടി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അതിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യം. തീർച്ചയായും ഭരണകൂടങ്ങളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമായ ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്.
എല്ലാ വശങ്ങളും ആലോചിക്കേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, പ്രകൃതിയെ സംരക്ഷിക്കുക, വികസന പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടക്കുക തുടങ്ങിയ നടപടികളെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു പുതിയ വികസന നയവും തന്ത്രവും രാഷ്ട്രം തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട്. ശരി, ഞാനങ്ങനെ പറയാൻ പ്രത്യേകമായിട്ടൊരു കാരണം, ഖനനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവ് കഴിഞ്ഞ ആഴ്ച പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് മറികടക്കാൻ കേന്ദ്രം ഒരു നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. ആ നിയമ ഭേദഗതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മണ്ണെടുക്കുന്നതും പാറ പൊട്ടിക്കുന്നതും അതിനാവശ്യമായ അനുവാദം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുവാദം ആവശ്യമില്ല എന്നാണ്. ജില്ലാ കളക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം ആരും, ഞാൻ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തുകയില്ല, നാം ആരും അതിന്റെ ഗൗരവം ആലോചിക്കുന്നില്ല എന്ന പക്ഷത്തോട് ഞാൻ യോജിക്കുകയാണ്. എന്നാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പോലെ വികസന തന്ത്രങ്ങൾ പ്രകൃതി വിരുദ്ധമാകാൻ പാടില്ല എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ സർക്കാരിന്റെ അത്തരം നീക്കങ്ങളുമായി സഹകരിക്കണം. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ കർഷക താല്പര്യം ഉയർത്തിപ്പിടിച്ച് അതിനെ എതിർക്കുന്ന ഒരു ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒരു സമീപനം സ്വീകരിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഒരു ഉപദേശമായി, നിർദ്ദേശമായി, സംഭവമായി ഈ പ്രശ്നത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ദുരന്തത്തിൽ നിന്നും പാഠം പഠിച്ച് ഈ അവസരം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. തീർച്ചയായും വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗൗരവത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകാനും ഈ ഘട്ടം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ശരി, വളരെ വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവും കൃഷി സംരക്ഷണവും എല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒരു പുതിയ ദിശാബോധത്തോടുള്ള പ്രവർത്തനത്തെ അനിവാര്യമാണെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യുന്നതില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾക്ക്, ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് മുൻഗണന നൽകി തീരുമാനിക്കേണ്ടത് എന്ന വസ്തുത കൂടി ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ശരി, വളരെ നന്ദി മിനിസ്റ്റർ കെ ശശീന്ദ്രൻ വിശദമായി തന്നെ പ്രതികരിച്ചതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.